നമസ്കാരം. മാർച്ച് 14 വേൾഡ് സ്ലീപ്പ് ഡേ ആണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് രണ്ട് ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ആദ്യത്തേത് നല്ല ഭക്ഷണം, ആവശ്യത്തിനുള്ളത് വെള്ളവും കുടിക്കുക എന്നുള്ള. രണ്ടാമത്തത് നല്ല ഉറക്കം ഉറപ്പുവരുത്തുക. ഈ രണ്ട് ശീലങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ആരോഗ്യശീലങ്ങൾ, വ്യായാമം മുതലായ മറ്റ് ആരോഗ്യശീലങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു മേജർ റിജുവിനേഷൻ ഫോഴ്സ് ആണ്. അതായത് ദൈനംദിനം ഉണ്ടാവുന്ന ഞരമ്പുകൾക്കും പേശികൾക്കും ഉണ്ടാവുന്ന കേടുപാടുകൾ ബോഡി സ്വയം റിപ്പയർ ചെയ്യുന്ന സമയമാണ് സുഖനിദ്ര സമയം, അതായത് ഡീപ് സ്ലീപ്പ് സമയത്ത് സംഭവിക്കുന്നത്. അപ്പം ഉറക്കമില്ലായ്മയിൽ മൂലം നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാനും ഓർമ്മശക്തിയൊക്കെ നിലനിൽക്കാനും മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ്. കൂടാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് മുതലായ അസുഖങ്ങളുടെ സാധ്യതകൾ വളരെയധികം കൂടും ഉറക്കമില്ലായ്മ മൂലം. അപ്പം എപ്പോഴും നമ്മൾ ഓർക്കുക, നല്ല ഉറക്കം നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. അപ്പം ഉറക്കം ലഭിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. നമ്മൾ കൂർക്കമ്മയിലേക്കുള്ള ആൾക്കാർക്ക് ഒരിക്കലും നല്ല ഉറക്കം ലഭിക്കില്ല. അപ്പം നല്ല വെയിറ്റ് ഒക്കെ കുറച്ച് നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കൂർക്കമ്മലിയൊക്കെ പൊതുവെ കുറവായിരിക്കും. അപ്പൊ അത് നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ നല്ല ഉറക്കം ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പം ആദ്യം അതിനുള്ള സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്യണം. എന്നിട്ട് അത് അലോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാവൂ. പിന്നെ നമ്മുടെ ബെഡ്റൂം, ഇൻവെസ്റ്റ് ഇൻ അവർ ബെഡ്റൂം എന്ന് പറയും. അതായത് ഏറ്റവും നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ ബെഡ്റൂമിൽ ഉണ്ടാക്കണം. ഏറ്റവും നല്ല മാട്രസ്, ഏറ്റവും നല്ല പില്ലോ, നല്ല സൗണ്ട് പ്രൂഫ്, ലൈറ്റ് പ്രൂഫ്, പിന്നെ മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുക് പോലത്തെ ശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അതിന്റെ ഒരു ആംബിയൻസ് നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഉറക്കത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തി, പോളിസോംനോഗ്രാഫി നടത്തി അതിനനുസരിച്ചുള്ള നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം. പിന്നെ ഉറക്കം പൊതുവെ കുറവുള്ള ആൾക്കാർക്ക് സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശീലം നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അത് ചിലപ്പോൾ ലൈറ്റ് മ്യൂസിക് ആയിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ച് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ആൽഫ മെഡിറ്റേഷൻ എന്ന് പറയും, അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ശീലം ആദ്യമൊക്കെ അതിന് ഫലം കണ്ടില്ലെങ്കിലും നിരന്തരം അത് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു ശീലത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും ഓർക്കുക, നല്ല ഭക്ഷണവും നല്ല ഉറക്കമാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശീലങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അതായത് നമുക്ക് ഒരു ദിവസം വ്യായാമം ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിച്ചിട്ട് മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു.